ബിഗ് ബോസ് മലയാളം സീസൺ 7 നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട്. നാളെ രാവിലെയും പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത്. ഭക്ഷണകാര്യം തന്നെയാണ്, അടുക്കളയിൽ തന്നെയാണ് പ്രശ്നം. നൂറ ഫയർ ആകുന്ന കാഴ്ചയാണ്. നൂറയുടെ കടന്നാക്രമണത്തിന്റെ മുമ്പിൽ പ്രതിരോധ നിരകളെല്ലാം തകർന്ന് ഓരോരുത്തരും പരിഭ്രമിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്ന യോഗർട്ട് ആരാണ്ട് അടിച്ചു മാറ്റി കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നൂറ ചോദിക്കുകയാണ്, എന്തൊരു വൃത്തികേടാണ് ഈ കാണിക്കുന്നത്, നിങ്ങൾക്ക് മാത്രം കഴിച്ചാൽ മതിയോ, മറ്റുള്ളവർക്ക് വേണ്ടേ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം താൻ അതിൻ്റെ ഒരു പാക്കറ്റ് എടുക്കുന്നുണ്ട്. ആര്യൻ അത് തൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നൂറ അത് തുറക്കാതിരിക്കുവാൻ വേണ്ടി അക്ബറും ആര്യനും കൂടി ചേർന്ന് ഫ്രിഡ്ജ് അടച്ചു പിടിച്ചിരിക്കുന്ന കാഴ്ച. പക്ഷെ ഒരു കൂസലുമില്ലാതെ ഇടയിലേക്ക് കയറിയിട്ട് നൂറ ആ ഫ്രിഡ്ജിന്റെ ഡോറ് ബലമായി വലിച്ചു തുറക്കുകയും അതിനകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ വാരി പുറത്തിടുകയും ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട്. ആര്യൻ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്, മാറി നിൽക്കെന്ന് പറഞ്ഞുകൊണ്ട് അലറുകയാണ്. തുടർന്ന് ഫ്രിഡ്ജിൽ നിന്നും സാധനം എടുത്തുകൊണ്ട് നൂറ പോകുന്ന ആ പോക്ക് അമ്പരപ്പോട് കൂടി നോക്കി നിൽക്കുകയാണ് ക്യാപ്റ്റന്മാർ 3 പേര്. ഇവിടെ ആരാണ് ഈ ഭക്ഷണം കഴിച്ചത്? ആര്യനെയും അക്ബറിനെയുമാണ് പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് നൂറ സംസാരിച്ചു തുടങ്ങുന്നത്. ഇവിടെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പറയുന്നുണ്ട്, ചളമാക്കല്ലേ ചളമാക്കല്ലേ. ആ സമയത്ത് തന്നെ നെവിൻ വന്ന് പറയുന്നുണ്ട്, അത് ഞാനാണ് എടുത്ത് കഴിച്ചത്. അതെ, കൂടെ നിൽക്കുന്ന മറ്റേ 2 കള്ളന്മാരും അറിയാതെ ഈ കള്ളൻ, ആസ്ഥാന കള്ളൻ, ഒറ്റയ്ക്കെടുത്ത് സാധനം അമക്കി. എന്തായാലും നാളെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായി തീരുമെന്നറിയില്ല. ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. 3 ആൾക്കാരെ ഒരുമിച്ച് ബിഗ് ബോസ് ക്യാപ്റ്റന്മാരാക്കി തീർക്കുന്ന സമയം. അപ്പോൾ നമ്മുടെയൊക്കെ നെറ്റി ചുളിഞ്ഞു. ഇത് എന്നെ ഇടപാടാ, ഒരു ടാസ്ക് പോലും കളിക്കാതെ 3 പേരെയും കൂടി ഒരു എഫേർട്ടും ഇല്ലാതെ ക്യാപ്റ്റന്മാരാക്കി മാറ്റിയെന്ന്. ബിഗ് ബോസ് അതിന്റെ പിൻപിൽ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും 3 ആൾക്കാരെയും എക്സ്പോസ് ചെയ്യുവാൻ ബിഗ് ബോസിന് കഴിഞ്ഞു. ഈ 3 അണ്ണന്മാരുടെയും തനിക്കൊണം എന്താണെന്ന് അവര് തന്നെ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങേയറ്റത്തെ അഹങ്കാരികളും ധാർഷ്ട്യമുള്ളവരും സഹജീവികളോട് യാതൊരു തരത്തിലുള്ള പരിഗണനയും കരുണയും കാണിക്കാൻ താല്പര്യമില്ലാത്തവരുമാണ് എന്ന് അവർ ലോകത്തിന്റെ മുമ്പിൽ തെളിയിച്ചു കൊടുത്ത 2 ദിവസങ്ങളാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. നാളെയും അതിന്റെ തനിയാവർത്തനം തന്നെ ഉണ്ടാവുകയാണ്. എന്തായാലും ബിഗ് ബോസിനോടൊരു വലിയ നന്ദിയുണ്ട്. 3 ആൾക്കാരെ ചരിത്രത്തിലാദ്യമായി ഒരുമിച്ച് ക്യാപ്റ്റന്മാരാക്കി മാറ്റിയതിൽ. അധികാരം കയ്യിൽ കിട്ടിയതോടുകൂടി അഹങ്കാരികളായി അവർ മാറി. ആ അഹങ്കാരത്തിന് വലിയ അളവിലുള്ള തിരിച്ചടിയാണ് പ്രേക്ഷക സമൂഹം കൊടുക്കുവാൻ പോകുന്നത്. കാത്തിരിക്കാം എന്താകുമെന്നറിയുവാൻ.